ജയൻ ചേട്ടനൊക്കെ എന്താ പറയുക എൻ്റെ ഒരു ഫാമിലിയാണ്. കാരണം ഇന്നിപ്പോൾ ജയൻ ചേട്ടൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കൊച്ചിയിലെ ജയൻ ചേട്ടനാണ് ആദ്യം എന്നെ ഇരിഞ്ഞാലക്കുടയിൽ അമ്പലത്തിലും മുല്ലിക്കൽ ക്ഷേത്രത്തിലൊക്കെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിക്കാൻ കൊണ്ടുപോയതൊക്കെ. അപ്പോൾ ജയൻ ചേട്ടൻ്റെ ബ്രദർ പറയായിരുന്നു അന്ന് അദ്ദേഹമാണ് എന്നെ എടുത്ത് സ്റ്റേജിലേക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ ആ വയസ്സ് തൊട്ടുള്ള പരിചയമാണ്. പിന്നെ പാലിയത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധമുണ്ട്. ജയൻ ചേട്ടൻ്റെ എനിക്കിഷ്ടമുള്ള ഒരു സ്വഭാവം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഉള്ളിലൊന്ന് വെളിയിലൊന്നല്ല ഉള്ളത്. പടാന്നടിക്കും. മോശമാണെങ്കിൽ മോശമെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് കുറേ പാട്ടുകൾ കുറേ ഇൻപുട്ട് തന്നിട്ടുണ്ട്. MSV സാറ്, സുശീലമ്മ, എല്ലാവർക്കും അറിയാമല്ലോ ജയൻ ചേട്ടൻ സുശീലമ്മയുടെ ഒരു ഭക്തനാണെന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്കും ഭയങ്കര സുശീലമ്മ പ്രാന്തിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ സബ്ജക്റ്റ് അതാണ് രണ്ടുപേർക്കും. അപ്പോൾ കുറേ പാട്ടുകളും തമിഴ് ഞാൻ സുശീലമ്മയുടെ കേട്ടിട്ടില്ല. അപ്പോൾ എന്താ കുട്ടി ഇത്ര വലിയ ഫാനാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കേട്ടിട്ടില്ല, അത് കേട്ടിട്ടില്ല. ഓരോ പാട്ട് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പോയി കേൾക്കും. അതുപോലെ രാത്രി ചെന്നൈയിൽ ഈ പഴയ പാട്ടുകളുടെ 10 മണി തൊട്ട് പൊതികൈ ചാനൽ, പിന്നെ വേറെ സൺ മ്യൂസിക്കിലൊക്കെ പഴയ പാട്ടുകളാണ്. അപ്പോൾ ജയൻ അതേ കേൾക്കുള്ളൂ, പുതിയ പാട്ടൊന്നും കേൾക്കില്ല. അപ്പം അങ്ങനെ ശരിക്കും സുശീലാമ്മയുടെ പാട്ടുകൾ സുശീലാമ്മയ്ക്ക് തന്നെ അറിയില്ല. ഈവൻ ജയൻ ചേട്ടൻ്റെ പാട്ടുകൾ ജയൻ ചേട്ടന് എനിക്ക് തോന്നുന്ന ലിറിക്സ് ഒന്നും അറിയണ്ടാവില്ല. സുശീലാമ്മയുടെ പാട്ടുകളെല്ലാം ജയൻ ചേട്ടൻ അറിയാം. എപ്പോൾ പാടാൻ പറഞ്ഞാലും ഫുൾ കാണാപ്പാടം പാടും. അങ്ങനെ ഹി വാസ് എ മ്യൂസിക് ലവർ. ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ നോക്കിക്കൊണ്ട് പോണ ആളായിരുന്നില്ല ജയൻ ചേട്ടൻ. ഒരു പാട്ട് പറഞ്ഞാൽ ആ പാട്ടിനെ സ്നേഹിച്ച ആളാണ്. ആര് പാടിയ പാട്ടാണോ അതൊന്നും അല്ല, ആ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ അടുത്തുള്ള സ്നേഹമാണ് ജയൻ ചേട്ടൻ. പിന്നെ ഈ പറഞ്ഞാൽ നമുക്കൊക്കെ ജയൻ ചേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയാണ്. ആ ജയൻ ചേട്ടൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ദോഷപ്രിയൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജയൻ ചേട്ടനെ പറ്റി എപ്പോഴും ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ആലോചിക്കുമ്പോൾ. വെളിയിൽ കാണുമ്പോൾ ഭയങ്കര കർക്കശക്കാരനാണെങ്കിലും ഹി വാസ് വെരി സോഫ്റ്റ് ഇൻസൈഡ്. ആൻഡ് ഞങ്ങൾക്കൊക്കെ അതൊരു നമുക്ക് ദാസേട്ടൻ ജയൻ ചേട്ടൻ ഇവർ രണ്ടുപേരാണ് നമ്മുടെയൊക്കെ വഴികാട്ടികൾ. അപ്പോൾ ഒരാൾ യാത്രയായി ഭയങ്കര സങ്കടമുണ്ട്. ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് സ്നേഹിച്ചിരുന്നു ജയൻ ചേട്ടൻ, എനിക്കറിയാതെ. സോ എല്ലാം തന്ന പാട്ടുകൾക്ക് നന്ദി.